ഫംഗ്ഷ പ്രകാരം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചിട്ട് നമുക്കൊരു കുവാ നമ്പർ ഉണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചിട്ട് കുവാ നമ്പർ കണ്ടുപിടിക്കുന്നത് നേരത്തുള്ള ഒത്തിരി വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു ഉദാഹരണം ഞാൻ പറയാം. മനോജ് എന്ന പേരുള്ള ഒരു വ്യക്തി 1974 മാർച്ച് 31 ഇദ്ദേഹത്തിന്റെ ഒറിജിനൽ ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പോൾ നമ്മൾ കുവാ നമ്പർ എടുക്കുമ്പം എപ്പോഴും ഒറിജിനലാണ് നമുക്ക് വേണ്ടത്. ചിലർക്ക് സർട്ടിഫിക്കറ്റിൽ ഒന്നായിരിക്കും, ഒറിജിനൽ വേറെ ഒന്നായിരിക്കും. പക്ഷേ നമുക്ക് ഒറിജിനൽ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് വേണ്ടത്. സർട്ടിഫിക്കറ്റിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് അല്ല, ഒറിജിനൽ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് വേണ്ടത്. അപ്പോൾ ഇതിൽ മനോജ് എന്ന് പറയുന്ന ജെൻസ് ആണ്. ഇദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് 2 ഡിജിറ്റിൽ എടുത്തു, അതായത് 74. 7+4 അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 11 കിട്ടി. 11 കിട്ടിയപ്പോൾ ഇതൊരു ഇരട്ട സംഖ്യയാണ്. അപ്പോൾ 1+1 അപ്പോൾ 2 ആയി. അപ്പോൾ നമുക്ക് ഈ 11നെ ഒറ്റ സംഖ്യയിലേക്ക് കൊണ്ടുവന്നപ്പോൾ അത് 2 ആയി. എന്നിട്ട് 10 എന്ന് പറയുന്ന കോമൺ നമ്പറിൽ നിന്ന് ഈ 2നെ നമ്മൾ മൈനസ് ചെയ്തു. മൈനസ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 8 കിട്ടി. അപ്പോൾ മനോജിൻ്റെ കുവാ നമ്പർ എത്രയാണ്? 8 ആണ്. അപ്പോൾ നമ്മൾ ആദ്യം കുവാ നമ്പർ കണ്ടുപിടിച്ചു. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെയും കുവാ നമ്പർ കണ്ടുപിടിക്കണം. നെറ്റിലുണ്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ. അടുത്തത് കുവാ നമ്പർ 8 കിട്ടി. അപ്പോൾ കുവാ നമ്പർ 8 കിട്ടുമ്പോൾ ഓരോ കുവാ നമ്പറുകാർക്കും 4 ദിക്ക് ഭാഗ്യവും 4 ദിക്ക് ദോഷവുമാണ്. അപ്പം മനോജിൻ്റെ ലക്കി ഡയറക്ഷൻസ് എന്ന് പറയുന്ന 4 ദിക്കുകൾ സൗത്ത് വെസ്റ്റ്, ഇതാണ് ആദ്യത്തെ ദിക്ക്. അപ്പം മനോജ് ഈ ദിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ എല്ലാ സൗഭാഗ്യങ്ങളും അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്നാണ്. രണ്ടാമത്തത് നോർത്ത് വെസ്റ്റ്, ഈ ദിക്കാണ് ഇദ്ദേഹം ഉപയോഗിക്കുന്നതെങ്കിൽ ആരോഗ്യം മെച്ചപ്പെടുമെന്നാണ്. മൂന്നാമത്തത് വെസ്റ്റ്, ഈ ദിക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വിവാഹത്തിന് നല്ലതാണെന്നാണ്. നാലാമത്തെ ദിക്കെന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റ്, ഇദ്ദേഹം ഈ ദിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസത്തിനും തൊഴിലിനും നല്ല ദിക്കായിട്ടാണ് 4ാമത്തെ ദിക്ക് പരിഗണിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ 4 ദിക്കുകൾ എടുത്തു. അപ്പോൾ ഈ ദിക്കുകൾ ഏത് രീതിയിൽ പ്രയോജനപ്പെടുത്താം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അത് ഒന്നെന്ന് പറയുന്നത്, നിങ്ങൾ നോക്കിയിരിക്കുമ്പോൾ നിങ്ങളുടെ 1ാമത്തെ സൗത്ത് വെസ്റ്റ് എന്ന് പറയുന്ന ഡയറക്ഷനിലോട്ട് നോക്കിയിരിക്കാൻ പറ്റുമോ എന്ന് നോക്കണം. അത് പറ്റിയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് 4ാമത് എഴുതിയാക്കുന്ന ഡയറക്ഷൻ നോക്കാം. അതും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇത് 2ൽ ഏതെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അപ്പം നമുക്ക് ഈ ദിക്കിലേക്ക് നോക്കിയിരിക്കാം. ആദ്യം എല്ലാ സൗഭാഗ്യങ്ങളും തരുന്ന 1ാമത്തെ ദിക്ക് കിട്ടുമോ നോക്കുക, അല്ലെങ്കിൽ 4ാമത്തത് കിട്ടുമോ നോക്കുക. അതെല്ലാം കിട്ടിയില്ലെങ്കിൽ ഈ 2 ദിക്കുകൾ തിരഞ്ഞെടുക്കാം. അങ്ങനെ ഇതിൽ 4 ദിക്കിൽ ഏതെങ്കിലും ഒരെണ്ണം ആ ദിക്കിലോട്ട് നമുക്ക് നോക്കിയിരിക്കാം. രണ്ടാമത്തത്, കിടക്കുമ്പോൾ ഹെഡ് പൊസിഷൻ ഈ ഡയറക്ഷനിലേക്ക് വരണം. ദിക്കുകളുടെ വീടുകളാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് വെസ്റ്റ് മാത്രമേ സ്വീകരിക്കാൻ പറ്റൂ, അല്ലെന്നുണ്ടെങ്കിൽ ഡയഗണലായിട്ട് ബെഡ് ഇടേണ്ടി വരും. അപ്പോൾ വെസ്റ്റ് എടുക്കുക, എന്നിട്ട് അതിൽ പടിഞ്ഞാറോട്ട് തലവെച്ച് കിടക്കുക. അപ്പം കിടക്കാനും നോക്കിയിരിക്കാനും ഈ ദിക്കുകൾ ഉപയോഗിക്കാം. ഇനി പഠിക്കാനാണെങ്കിലോ, ഈ വ്യക്തിയുടെ 4ാമത്തെ ദിക്കാണ് വിദ്യാഭ്യാസത്തിന്റെ ദിക്ക്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കുവാ നമ്പർ 8 ആയിട്ടുള്ളവർക്ക് നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിലോട്ട് നോക്കിയിരുന്ന് പഠിക്കാവുന്നതാണ്. അടുത്തത്, നിങ്ങളൊരു വീട് വയ്ക്കുന്നു. വീട് വയ്ക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ഈ നമ്പറുകൾ, ഈ ദിക്കുകൾ നോക്കി നിങ്ങൾക്ക് അതിനെ ചൂസ് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഒരു വീടിനെ ഞാൻ കറക്റ്റ് 9 ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് എല്ലാ സൗഭാഗ്യവും തരുന്ന ദിക്ക് ഏതാണെന്ന് നോക്കി. ദിക്ക് ഏതാണെന്ന് നോക്കിയപ്പോൾ സൗത്ത് വെസ്റ്റ് ആണ്. അപ്പോൾ കന്നിമൂല ഭാഗത്തുള്ള ബെഡ്റൂം നിങ്ങൾക്ക് ഉപയോഗിക്കാം, കാരണം നിങ്ങളുടെ എല്ലാ സൗഭാഗ്യവും തരുന്ന ദിക്കാണ്. നിങ്ങളുടെ വീടിൻ്റെ ദർശനം കിഴക്കോട്ടാണെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പ്രധാന വാതിൽ കിഴക്ക് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. എന്തുകൊണ്ട് പറ്റത്തില്ല? നിങ്ങളുടെ ഭാഗ്യദിക്കിൽ കിഴക്കില്ല. പക്ഷെ അതേസമയം നിങ്ങളുടെ ഭാഗ്യദിക്കിൽ എന്തുണ്ട്? വടക്ക് കിഴക്കുണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്രധാന വാതിൽ എവിടെ കൊടുക്കാം? വടക്ക് കിഴക്ക് കൊടുക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, നിങ്ങളുടെ പ്രധാന ബെഡ്റൂം നിങ്ങളുടെ ഭാഗ്യദിക്കിൽ എടുക്കുക, നിങ്ങളുടെ പ്രധാന വാതിൽ നിങ്ങളുടെ ഭാഗ്യദിക്കിൽ എടുക്കുക. ഈ രീതിയിൽ ഇതിനെ കറക്റ്റ് ചെയ്യുന്നത് ഒത്തിരി സൗഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ കുവാ നമ്പരും ഈ ദിക്കുകൾക്കും സാധിക്കുന്നതാണ്. ഫെങ്ഷുയുടെ ചില ടൂളുകൾ നമുക്ക് നോക്കാം. ചൈനീസ് വാസ്തുപ്രകാരം 4 ദിക്കുകൾ 4 സ്വർഗീയ മൃഗങ്ങൾ സംരക്ഷിക്കുന്നു. ഈസ്റ്റിൽ ഒരു ഗ്രീൻ ഡ്രാഗൺ, നോർത്തിൽ ഒരു ടോർട്ടോയിസ് വയ്ക്കാം, സൗത്തിൽ നമുക്കൊരു ഫീനിക്സ് ബേർഡ് വയ്ക്കാം, വെസ്റ്റിൽ നമുക്കൊരു വൈറ്റ് ടൈഗർ വയ്ക്കാം. ആൻറ്റി ക്ലോക്ക് വൈസുള്ള സ്റ്റെയർ കേസിന് റെമഡി ആയിട്ട് സ്റ്റെയർ കേസിന് ഓപ്പോസിറ്റ് ആയിട്ട് സ്വസ്തിക് സിമ്പിൾസ് വയ്ക്കാം. നമ്മുടെ പേരും പ്രസിദ്ധി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സൗത്ത് ഡയറക്ഷനിലോ പ്രധാന വാതിലിൽ നിന്നും വീടിനുള്ളിലേക്ക് കടക്കുന്ന രീതിയിലോ കുതിരയുടെ സ്റ്റാച്ചു വയ്ക്കാവുന്നതാണ്.